ഈ ഒരു പണി മാത്രമേ ഞാൻ ചെയ്യാത്തതായിട്ടുള്ളൂ. ഇപ്പൊ അതുമായി ഡോളി പറഞ്ഞ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. അങ്ങനെ സ്നേഹമുള്ള ആണുങ്ങൾ ഇവിടെ ഒന്ന് വേഗാവട്ടെ. പണികൾ ഇനി വേറെ ഉണ്ട്. അടുക്കളയിൽ ഒന്നും ആയിട്ടില്ല. ഇവിടെ വച്ചുവിളമ്പി തരാൻ ഞങ്ങൾ വേലക്കാരൊന്നും അല്ല. ഒന്ന് പറഞ്ഞു കൊടുക്ക്. അതെങ്ങനെ? ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ബിസിനസ് കാര്യങ്ങൾ മാത്രം പറയാൻ സമയം സന്ദർഭവും കിട്ടണ്ടേ? കറക്റ്റ്. പറഞ്ഞത് കേട്ടല്ലോ. വർത്താനം പറഞ്ഞ് നിൽക്കാതെ വേഗം ഈ ജോലി തീർത്തിട്ട് വന്ന് അടുക്കളയിൽ കയറും. ഒന്ന് നിന്നേ. ആ ഞാവായിലെ പേടിച്ചെന്നല്ലേ അടുക്കളയിൽ കയറുന്നത്? ഡോളിക്ക് വേണ്ടിയാ. ഇഷ്ടമുള്ളവരോടത്ത് വർക്ക് ചെയ്യുന്ന ഒരു രസമല്ലേ? രസമാണ്. പക്ഷേ അടുക്കളയിൽ ഒറ്റയ്ക്ക് മതി. നമ്മൾ ഒന്നിക്കുന്നതേ ഡൈനിങ് ടേബിളിൽ മതി. പിന്നെ ഒരു കലം പഴങ്ങഞ്ഞി ഇരിപ്പുണ്ട്. അത് പെട്ടെന്ന് കുടിച്ച് തീർത്തേക്കണം. ഈ പഴങ്ങഞ്ഞിയുടെ കാര്യം ഇവിടെ എത്തിയോ? അതങ്ങനെ ഇതുവരെ ഒന്നും ആയില്ലേ? എന്താവാൻ? മറ്റുള്ളവരുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് 3 നേരം ദേഹാനങ്ങാതെ തിന്നാൻ കൊച്ചി രാജാവിന്റെ മരുമോനൊന്നും അല്ലല്ലോ. എത്ര നേരമായി കറിക്കരി ഞാൻ പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് സഹായിച്ചാൽ കൊള്ളാന്നുള്ള മനസ്സിലേക്കൊണ്ട് കൂടുതൽ വെള്ളത്തിലെടുത്തൊരു പുല്ലും ഞാൻ ചെയ്യില്ല. വെറുതെ അല്ല, മൂക്കുമുട്ട രണ്ടിനും കഴിക്കണ്ടേ? ഏതായാലും ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഞാൻ ചെയ്യാം. നാളെ മുതലേ വേലപ്പനോട് ചെയ്യിച്ചോണം. വേലപ്പനായാലും കൊള്ളാം, കോലപ്പനായാലും കൊള്ളാം. ഇവിടെ താമസിക്കണമെങ്കിൽ അടുക്കള പണി ചെയ്തേ പറ്റൂ. അതേ മുളഞ്ഞു വന്നേ. പിന്നെ 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം റെഡിയാക്കി വെച്ചോളാം. മനസ്സിലായോ? താൻ പോടോ. ഇത് നിന്റെ അച്ഛൻ വീടൊന്നും അല്ലല്ലോ. പിന്നെ ടൗണിലെ കോളേജിൽ പോയി 4 ലക്ഷം പഠിച്ചിന്റെ ജാടയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇതിലും വലിയ കോളേജിൽ 4-5 വർഷം ചരിച്ചിട്ട് തന്നെ ഞാനും പുറത്തിറങ്ങിയത്. നിന്റെ നടപ്പും പത്രാസൊക്കെ സ്വന്തം കയ്യിൽ വെച്ചാൽ മതി. എന്റെ അടുത്ത് വേണ്ട. മമ്മിയുടെ മോളല്ല, സാക്ഷാൽ ദേവേന്ദ്രൻ വെച്ച മുത്തുപട്ടറ മോളാണെങ്കിൽ അഭ്യാസം എന്റെ അടുത്ത് ഇറക്കിയുണ്ടല്ലോ. ആട്ടിച്ചിനെ പല്ലിയങ്ങളെയും പെട്ടെന്ന്. നാളെ പോലെ ഇവിടുത്തെ എല്ലാ ജോലികളും സ്വന്തമായിട്ട് ചെയ്തോളില്ലേ? സമയത്ത് വെച്ച് വിളമ്പിത്തരില്ലേ? ഞാൻ കൊച്ചി രാജാവിന്റെ വരുമല. ഇതെന്റെ അച്ചി വീടാ. പ്രോബ്ലം? ഒരേ വേഷം, ഒരേ പൊക്കം, 4 പേരും കൂടി എന്നെ തുരത്തി കളഞ്ഞു. ചുമ്മാ അവരെന്തിനാ പേടിക്കുന്നത്? അവരവിടെ വല്ല ഗ്യാസ് എടുക്കാമെന്ന പാർട്ടിക്കാരുമായിരിക്കും. അതെ, എന്റെ ഗ്യാസ് എടുക്കാൻ തന്നെ അവര് വന്നത്. ചേട്ടന് മഡോണ ഇഷ്ടമാണോ? ഇഷ്ടമാണോന്ന്? മറഡോണയുടെ എന്നാ പാസ്? മറഡോണയല്ല, മഡോണ. അതായത് പാട്ടുകാരി. അവരുടെ പാട്ട് ഇഷ്ടമാണോന്നാണ് ചോദിച്ചത്. ഡോളിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. അമീർ ഖാനെയാണോ സൽമാൻ ഖാനെയാണോ ഇഷ്ടം? 2 കാന്മാരെ ഇഷ്ടമാണ്. ആരാവന്മാര്? ചേട്ടന് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ. ഉടനെ ഒരു ഡോക്ടറെ കാണിക്കണം. ഞാനിവിടെ വന്നപ്പോഴേ ചേട്ടനെ ശ്രദ്ധിച്ചു. എന്തൊരു ഗ്ലാമർ. ഈ അടുത്തിടെ കൽക്കരി കനി ജോലി കറുത്തു. ഒറ്റ ദിവസം കൊണ്ട് ചേട്ടൻ എന്റെ ഹൃദയത്തിൽ ചാടി കയറി കളഞ്ഞു. ഇത്ര പെട്ടെന്നൊന്നും ഞാൻ ആർക്കും പ്രവേശനം നൽകാറില്ല. ഞാനും എന്റെ തിരക്കിട്ട ബിസിനസ് ജീവിതത്തിനിടയിൽ ആയിരക്കണക്കിന് മുഖങ്ങൾ കാണുന്ന കൂട്ടത്തിൽ ഇതുപോലൊരു മുഖം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പല്ലു തന്നെ ഉണ്ടോ? ലേശം നീരുണ്ടല്ലോ. നല്ല ഉരുക്കൂട്ട കൈ. അധികം വെച്ചോണ്ടിരിക്കല്ലേ? ജലദോഷമുണ്ടോ? ഇല്ല. എന്താ? പിന്നെ ആരാ ചുമച്ചത്? ഞാനല്ല. പിന്നെ ആര്? ഏത് നാറിയടാ? നീ ഇവിടെ ഇങ്ങനെ പാട്ടും കൂത്തുമായിട്ട് കഴിഞ്ഞോ? ഇനി അവന്മാരെ എപ്പോഴും അങ്ങോട്ട് കയറി വരാന്നറിയില്ല. അവന്മാര് ഗ്യാസ് എടുക്കാൻ വന്നവരാ. പേടിക്കാനൊന്നുമില്ലെന്ന് ഡോളി പറഞ്ഞു. അതും കേട്ടോണ്ടിരുന്നോ? അറിയാത്ത കുഞ്ഞെ ചൊറിയും പറയും. അതെങ്ങനെ അറിയും? നമ്മൾ ഈ നാടകം കളിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നു. മമ്മിക്ക് എന്ത് പറ്റി കാണുമോ എന്തോ. പോലീസുകാർ അന്വേഷിക്കുന്നില്ലേ? അവരുടെ പണി ഇപ്പോ ഉണ്ണി വേലപ്പന്മാർ ഏറ്റെടുത്തിരിക്കുകയല്ലേ? ഹോസ്റ്റലിൽ പോയെന്ന് പറഞ്ഞു. മാസ്റ്റർക്ക് വിഷമമായി. ചേച്ചി ഞങ്ങൾ ഇടവില്ല അല്ലേ? ആരാ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു തന്നത്? ആ കോയ പറഞ്ഞു.
ഇവിടെ ആകെ പ്രശ്നമാണ്. ഒക്കെ ഞങ്ങൾ അറിഞ്ഞു. ചേച്ചിയെ പിടിച്ചോണ്ട് ഒരു കൊള്ളക്കാരൻ വന്നെന്ന് ഞങ്ങൾ അറിഞ്ഞു. അശോ, ഇനി ചേച്ചി ഒട്ടും പേടിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. ഓക്കെളാം. അതിന് പറ്റിയ സൈസുള്ള പുള്ളികളും തന്നെ ഇവിടെ എത്തിയോ ഉണ്ടപ്പക്കർമാർ. വേലപ്പഞ്ചേട്ടൻ പേടിക്കണ്ട, ഈ ചേട്ടനും കൂടെ ചേർന്നാ എന്നെ രക്ഷിച്ചത്. അലച്ചിലിന്റെ ക്ഷീണം ഇതുവരെ തീർന്നില്ല. വല്ലാതെ വിശക്കുന്നു. ഞങ്ങൾക്ക് ആഹാരം വേണം. വരൂ. ഇവിടെ ഇനി നെത്തോലികളുടെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കൊന്ന് വിസ്തരിച്ച് മനസ്സ് തുറന്ന് വർത്താനം പറയാൻ പോലും കഴിയില്ല. കഴിയും. നമുക്ക് ഇവിടെ ഇരുന്ന് ഒരുപാട് സംസാരിക്കാം. ആ ഉണ്ണിയും കുറിപ്പ് ഉറക്കമാകുമ്പോ ഞാൻ വിളിക്കാം. ആ ജനാല തുറന്നിട്ടേക്കണം. പോരുന്നു. പിന്നെ പോയോ ദൂരെ കിഴക്കുതി. ചേച്ചി കഴിഞ്ഞ ഓടി വരി, ഓടി വരി, ഓടി വരി, ഓടി വരി, ഓടി വരി. നമ്മളെ വേലപ്പഞ്ചേട്ടായിരുന്നു. ചേട്ടാ, ചേട്ടാ, ചേട്ടാ,